ശബരിമലയിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും വിലക്കി ഹൈക്കോടതി. പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലും വിലക്ക് ബാധകമാണ്. ഡോളി സമരത്തിൽ റിപ്പോർട്ട് നൽകണമെന്ന് ചീഫ് പോലീസ് കോർഡിനേറ്റർക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. ഡോളി തൊഴിലാളി സമരം പോലെയുള്ളത് ആവർത്തിക്കരുത് എന്നും ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഡോളി ചുമട്ടുതൊഴിലാളികൾ മിന്നൽ സമരം ആരംഭിച്ചത്. അതായത് ദേവസ്വം ബോർഡ് ആരംഭിക്കാൻ പോകുന്ന പ്രീപെയ്ഡ് ഡോളി സംവിധാനത്തിനെതിരെയായിരുന്നു ഇവരുടെ സമരം. പക്ഷേ ഇത് ഭക്തരെ വളരെയധികം വലച്ചു. അതാണ് ഇപ്പോൾ കോടതിയുടെ പരാമർശത്തിനിടയാക്കിയിട്ടുള്ളത്. സന്നിധാനത്തും അതുപോലെ തന്നെ പമ്പയിലും ഒക്കെ ഇത്തരത്തിൽ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ നടത്തുന്നതിനാണല്ലോ ഇപ്പോൾ വിലക്ക് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. ഇപ്പോൾ ശബരിമല, സന്നിധാനം, പമ്പ എന്നിവിടങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾക്കാണ് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 11 മണിക്കൂർ ഡോളി തൊഴിലാളികൾ സമരം ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഈ സമര പ്രതിഷേധങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഇടക്കാല ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഡോളി തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ ചീഫ് പോലീസ് കോർഡിനേറ്ററോട് ദേവസ്വം ബെഞ്ച് നിലവിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത്തരം സമരങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ചീഫ് പോലീസ് കോർഡിനേറ്ററും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, ആരാധനാലയമാണ്. അവിടെ വരുന്ന ഭക്തർക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സമരങ്ങൾ ഭക്തരുടെ ആരാധനാവകാശത്തെ ബാധിക്കുമെന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. മാത്രവുമല്ല, ഈ ഭക്തർ വരുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സമരങ്ങൾ നടത്തി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഡോളി സർവീസ് എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ട് അവശത ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് ഈ മല കയറാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അനുവദിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും തുടർന്നാണ് ഈ സമര പ്രതിഷേധങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഇടക്കാല ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും 11 മണിക്കൂർ സമരമായിരുന്നു കഴിഞ്ഞ ദിവസം ഡോളി തൊഴിലാളികൾ നടത്തിയത്. ഈ പ്രീപെയ്ഡ് ഡോളി സർവീസ് ആരംഭിച്ച നടപടിയിൽ അതുമായി മുന്നോട്ട് പോകാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു തൊഴിലാളികൾ സമരം നടത്തിയത്. എന്തായാലും നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികൃതരുമായിട്ട് അറിയിക്കേണ്ടതായിരുന്നു എന്നും ഇത്തരം ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്ന രീതി അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല, അത് വരും നാളുകളിൽ അത് ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് ഈ വിലക്ക് ഏർപ്പെടുത്തുന്നതെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ രാവിലെ കൊല്ലം ആര്യങ്കാവിലെ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി നിലവിൽ മോട്ടോർ വാഹന വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കളർ ഫോട്ടോഗ്രാഫ് അടക്കം, വാഹനത്തിന്റെ കളർ ഫോട്ടോഗ്രാഫ് അടക്കം നാളെ റിപ്പോർട്ടായിട്ട് നൽകണമെന്നാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും സന്നിധാനത്തും അതുപോലെ തന്നെ പമ്പയിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഡോളി തൊഴിലാളികൾ നടത്തിയ സമരത്തെ തുടർന്നാണ് കോടതിയുടെ ഈ നിർദ്ദേശം. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.